ശ്രീ ദാസനാണ് കണ്ണൂരിൽ നിന്ന്. ശ്രീ ദാസൻ, താങ്കൾക്ക് എന്ത് തോന്നുന്നു, ഈ കോൺഗ്രസ്സുകാരിങ്ങനെ തമ്മിലടിക്കാൻ തുടങ്ങിയാൽ അവരുടെ ഉള്ള കയ്യിലിരുന്ന സ്ഥലങ്ങൾ കൂടി അവർ ഇല്ലാതെയാക്കുന്ന, അല്ലെങ്കിൽ അവരുടെ ദുർബലമാക്കുന്ന ഒരു അവസ്ഥയിലേക്ക് നീങ്ങില്ലേ? അല്ല, ഈ ദേവഗോടിയും മോനും അസംബ്ലി ഇലക്ഷന് മുമ്പായിട്ട് NDA കൂടെ കൂടിയിട്ടെങ്കിൽ ഈ അവസ്ഥ ഉണ്ടാവില്ലായിരുന്നു. അവർ BJP വരുമായിരുന്നു. പക്ഷെ ഇതിന് നോക്കാം, ഈ ശിവകുമാർ 3-2 ഭൂരിപക്ഷം ഉണ്ടെങ്കിൽ അവരെയും കൂട്ടിയിട്ട് പോട്ടെ. സാധാരണ കൂടെ പറഞ്ഞല്ലോ നിങ്ങൾ കാണാൻ തയ്യാറാണ്. ഈ കോൺഗ്രസിന്റെ അവസ്ഥ ഇങ്ങനെയാണ് പറഞ്ഞു. ഇവരൊരിക്കലും നന്നാവില്ല. നമ്മളെ കേരളത്തിലെ അവസ്ഥ ഇപ്പൊ നോക്കണം നിങ്ങൾ. ഇപ്പൊ നല്ല എല്ലാ തരത്തിലും കോൺഗ്രസ് നല്ല എല്ലാവരും പ്രവചിച്ചു, നല്ല സാധ്യത ഉണ്ട്. ഇപ്പൊ എന്താ അവസ്ഥ? ഈ കോൺഗ്രസിന്റെ കാര്യം ഇത് ഏതാണ്ട് ഉപ്പ് വെച്ച നിലം പോലെ എല്ലാം മൊത്തം ദ്രവിച്ച് തീരും. അവസാനം വേറൊന്നും പറയാനില്ല പാവങ്ങളെ പറ്റി. ശരി, ശ്രീ ദാസനാണ് പ്രതികരിച്ചത്. ശ്രീ സുനിലാണ് ദുബൈയിൽ നിന്നാണ് വിളിക്കുന്നത്. ശ്രീ സുനിൽ, താങ്കൾക്ക് ഈ വിഷയത്തിൽ എന്താണ് അഭിപ്രായമുള്ളത്? എന്റെ അഭിപ്രായത്തിൽ DKക്ക് അവസരം കൊടുക്കുക വേണ്ടത്. കാരണം DK എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പാർട്ടിയിൽ ഗ്രൗണ്ട് ലെവലിൽ നിന്ന് വന്ന ആളാണ്. മറ്റേ പുള്ളി പുള്ളിയുടെ പാർട്ടിയിൽ നിന്ന് JDU വന്ന ആളാണ്. മറ്റേ പാർട്ടിയിൽ നിന്ന് വന്നതല്ലേ പുള്ളി, അതിൽ നിന്ന് വന്നാണ് ഇവിടെ ലീഡർ ആയത്. അത് മാത്രമല്ല, DKയുടെ സമ്പാദ്യവും എല്ലാം ഈ കഴിഞ്ഞ ഇലക്ഷനെ ഇറക്കിയിട്ടുണ്ട്. മാക്സിമം DK ആണ് BJPയുടെ പല കാൻഡിഡേറ്റ്സിനെയും പൊളിച്ചിപ്പുറത്ത് കൊണ്ടുവന്നത്, എടുത്തത് എല്ലാം ശിവകുമാറാണ്. അത് മാത്രമല്ല, ശിവകുമാർ ചെയ്ത് നമുക്ക് ഓർമ്മ ഉണ്ടായിരിക്കും, കഴിഞ്ഞ പ്രാവശ്യം തന്നെ പാർട്ടി പുലർത്തിക്കൊണ്ട് പോയപ്പം ശിവകുമാർ എന്താ ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ശിവകുമാർ മഹാരാഷ്ട്രയിൽ പോയി ഇവരുടെ കോൺഗ്രസിന്റെ കാൻഡിഡേറ്റ്സിനെ പിടിച്ചോണ്ട് വരാൻ ഓർമ്മയുണ്ട്. ഇവിടെ പലർക്കും മറന്നു കാണും. അപ്പൊ അയാൾക്കൊരു അവസരം കൊടുക്കരുത്. എന്തിനാ പുള്ളിക്കൂടെ ഒരു അവസരം കൊടുക്കാതിരിക്കുന്നത്? ഇവർ ചെയ്യുന്നുണ്ട്, ഇവര് ടേം പറഞ്ഞിട്ടുണ്ട്, അതനുസരിച്ച് അതിന് ഹൈക്കമാൻഡ് എന്ന് പറഞ്ഞ ഈ കൂട്ടർക്ക് എടുക്കാൻ ധൈര്യം വേണം. കാരണം രാജസ്ഥാനിൽ തന്നെ അല്ലേ സംഭവിച്ചത്. രാജസ്ഥാനില് പൈലറ്റിന് ചാൻസ് കൊടുക്കുക എന്നിട്ട് അവസാനം കൊടുത്തില്ല. പക്ഷെ പൈലറ്റ് അല്ല ശിവകുമാർ എന്നുള്ള കാര്യം പലരും മറന്നു പോകുന്നു. ശിവകുമാറിന് വേണ്ട, DK ശിവകുമാറിന് വേണ്ട സ്ട്രോങ് ഹോൾഡ് ഉണ്ട്. DK ശിവകുമാർ അത്ര മോശം നേതാവൊന്നുമല്ല. പാർട്ടി വളരെ ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ അത്രയേ ഉള്ളൂ സംഭവിക്കുന്നത്. കാരണം വെച്ചാൽ ഇതിനൊക്കെ എല്ലാം നമ്മള് എല്ലാവരും വാക്കല്ല. എത്ര കാലമായിട്ട് ഇപ്പം മറ്റേ സിദ്ധരാമയ്യ ഇരിക്കുന്നത്, പുള്ളിക്കൊന്ന് മാറിക്കൊടുക്കരുതോ? ഒരവസരം പുള്ളിക്കൂടെ കൊടുക്കരുതോ? ഇതൊക്കെ കേസല്ലേ. വ്യക്തമാണ്. ശ്രീ സുനിലാണ് ദുബൈയിൽ നിന്നും പ്രതികരിച്ചത്. ശിവകുമാറിന് വേണ്ടി മാറിക്കൊടുക്കണം എന്നുള്ള അഭിപ്രായമാണ് അദ്ദേഹത്തിൻ്റെത്. ശ്രീ രാജനാണ് തിരുവല്ലയിൽ നിന്നും. ശ്രീ രാജൻ, താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? ഈ കോൺഗ്രസ് എങ്ങനെ ശിവകുമാറോ സിദ്ധരാമയ്യോ ആരെങ്കിലും മുഖ്യമന്ത്രി ആയിരിക്കുകയോ മാറുകയോ ഒക്കെ ചെയ്തോട്ടെ, പക്ഷെ ആ തർക്കം പാർട്ടിക്കുള്ളിൽ തന്നെ പുറത്തേക്ക് വരുന്നതിന് മുമ്പ് പരിഹരിക്കുക എന്നുള്ള ഉത്തരവാദിത്തം ഈ ഹൈക്കമാൻഡിനില്ലേ? അല്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഈ ഒരു പാർട്ടിക്ക് ഹൈക്കമാൻഡ് എന്ന് പറഞ്ഞ് കുറച്ച് ആളുകളൊക്കെ, വലിയ നേതാക്കളൊക്കെ ഇരിക്കുന്നത്? നമസ്തേ സാർ. നമസ്തേ സാറേ, ഈ കോൺഗ്രസിനകത്ത് ഈ വെള്ളയിട്ട് വെറും എല്ലാവർക്കും ഇപ്പൊ മുഖ്യമന്ത്രിയാവണം, പ്രധാനമന്ത്രിയാവണം, ഈ ഒരു ചിന്തയുള്ളൂ കോൺഗ്രസിനകത്ത്. ഞാൻ കണ്ടുവരുന്ന എല്ലാ സ്റ്റേറ്റിലും ഇത് തന്നെ. ഇപ്പൊ 3 സ്റ്റേറ്റേ ഉള്ളൂ അവരുടെ കയ്യില്. ഹൈക്കമാൻഡ് എന്ന് പറഞ്ഞാൽ അവര് മോദി ചോര, ആദി ചോര, ഇത് ചോര എന്നും വേണ്ടി നടക്കുക. അവര് ഈ മോദിയെ കുറ്റം പറയുമ്പോൾ ഒന്ന് ഓർത്ത് നോക്കണം, 10-60 കോടി ജനങ്ങള് മോദിയെ വിശ്വസിക്കുന്നുണ്ട്. അപ്പൊ അതിനനുസരിച്ച് അവർക്ക് പോകണ്ടായോ? പുതിയ എന്തെങ്കിലും പദ്ധതികൾ കൊണ്ടുവന്ന് ജനങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ ഈ മോദി ചോര എന്ന് പറഞ്ഞു കഴിയുമ്പോൾ എല്ലാ പ്രദേശത്തും ഇരുന്നുണ്ട്. നമ്മുടെ ബീഹാറിൽ തന്നെ നോക്കിയോ, എത്ര സീറ്റാ കൊണ്ടുപോയത്. ഇവര് മോദി ചോര എന്നും വേണ്ടി നടന്നു. ഇവർക്ക് ഇപ്പം ഈ നമ്മുടെ രാഹുൽ ഗാന്ധിക്ക് ഉപദേശം കൊടുക്കുന്നവരെ മാറ്റണം. അവര് നല്ല ശശി തരൂരിനെ പോലുള്ള നല്ല പ്രഗത്ഭരായിട്ടുള്ള ആൾക്കാരുണ്ട്, അവരെ എല്ലാം പിണക്കി വെച്ചേക്കുക. അവരെ അങ്ങനെയുള്ള ആൾക്കാരെ കൊണ്ട് ഈ രാഹുൽ ഗാന്ധിക്ക് ഉപദേശം കൊടുക്കണം. എന്നാലേ ശരിയാവത്തുള്ളൂ. രാഹുൽ ഗാന്ധിക്ക് രാഷ്ട്രീയം ഒന്നും അറിയത്തില്ല, അത് നമ്മൾ കണ്ടു കഴിഞ്ഞല്ലോ. ഈ രാഹുൽ ഗാന്ധി പറഞ്ഞാലേ കോൺഗ്രസ്സുകാർ കേൾക്കത്തുള്ളൂ. കോൺഗ്രസിലെ നെഹ്റു ഫാമിലി അത് തന്നെ, ആ ഒരു സിസ്റ്റമാണ് അവിടെ ആ പാർട്ടിയിലുള്ളത്. അപ്പം രാഹുൽ ഗാന്ധിയെ പറഞ്ഞ് മനസ്സിലാക്കുന്നതിനനുസരിച്ചായി രാഹുൽ ഗാന്ധി ചെയ്യുന്നത്. അത് ഇപ്പൊ ചെയ്യുന്ന എല്ലാം വെറും പൊട്ടത്തരങ്ങളാ. ആ പൊട്ടത്തരങ്ങൾ കാണിച്ചാൽ ഇത്രയും പ്രഗത്ഭനായ ഒരാളെ ചോര എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മറ്റു ജനങ്ങളിൽ ഒന്നും വിട്ടികളല്ലോ, ജനങ്ങൾ കേൾക്കുമല്ലയോ ഇതൊക്കെ. ശരി, താങ്കളുടെ അഭിപ്രായം അങ്ങനെയാണ്. ശ്രീ രാജനാണ് തിരുവല്ലയിൽ നിന്നും പ്രതികരിച്ചത്. മറ്റൊരു പ്രശ്നം കൂടിയുണ്ട്. മഹിയാണ് കിള്ളിപ്പാലത്ത് നിന്നും. ശ്രീ മഹി,
താങ്കൾക്ക് എന്ത് തോന്നുന്നു ഈ കർണാടകയിൽ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ അത് യഥാസമയം ഇടപെട്ട് പുറത്തറിയാതെ പരിഹരിക്കുക എന്നുള്ളതാണല്ലോ ഏത് പാർട്ടിയായാലും ആ പാർട്ടിയുടെ നേതൃത്വത്തിന്റെ ഉത്തരവാദിത്വം. ഈ ഹൈക്കമാൻഡ് ഇവർ പരസ്യ പ്രതികരണം നടത്തുന്നവരെ ഇങ്ങനെ കാത്തിരിക്കേണ്ട അവസ്ഥ എന്തുകൊണ്ടാണ് ഇവർക്ക് ഇങ്ങനെ സംഭവിക്കുന്നത്? അല്ല നമസ്കാരം സാറേ, പിന്നെ ഒരു കാര്യം, ഇവർക്ക് അധികാരം എല്ലാ കോൺഗ്രസ് എല്ലാ അധികാരം ആണ്. അതുകൊണ്ട് കോൺഗ്രസ് ഇന്ത്യയിൽ തുടച്ചു മാറ്റണം. ഇന്ത്യക്കകത്ത് കോൺഗ്രസ് കാണാൻ പാടില്ല ഒരിക്കലും. കേരളത്തിലും ഈ ഇടക്കാലത്തൊന്നും നോക്കണം, കേരളത്തിൽ വരുന്നത് അവിടെ ഇടവസം തന്നെ വരും. അത് കോൺഗ്രസിന്റെ നാശകാലമാണ് ഇതോടെ. ഒരു സ്ഥലത്തും പറ്റില്ല. 3 സംസ്ഥാനം കൂടെ അവിടെ പോകും. ഒരു സമയത്ത് മറ്റൊരു പ്രശ്നത്തിലേക്ക് കൂടി